വളരെ കോമ്പറ്റീറ്റീവ് ആയൊരു ഫീൽഡായിട്ട് മ്യൂസിക് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ന്യൂ മീഡിയയുടെ ഒരു ഏജിൽ അല്ലേ, എല്ലാ ആളുകളും എത്ര പാട്ടുകാരായി വരുന്നത്. അവിടെ നിങ്ങളെ വേർതിട്ട് അറിയണമെങ്കിൽ, ഐഡൻറ്റിഫൈ ചെയ്യപ്പെടണമെങ്കിലും അറിയണമെങ്കിലൊക്കെ ഒരു ലക്കും കൂടി വേണം അല്ലേ, ശരിക്കും പറഞ്ഞാൽ. പാടുക മാത്രമല്ല. ഞാൻ ലക്കെന്ന് പറയില്ല, ഒരു നമ്മുടെ പേരൻസിൻ്റെയും നമ്മുടെ ഗുരുക്കന്മാരുടെയും ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. ചിത്രയാണല്ലേ ഒരു റോൾ മോഡൽ. ഓഫ് കോഴ്സ് ചിത്ര ചേച്ചി, സുജാ ചേച്ചി, നമ്മുടെ മലയാളം ഇൻഡസ്ട്രി വെരി ബ്ലെസ്ഡ് ആണ്. കാരണം നമുക്ക് ഇത്ര സിംഗേഴ്സാണ് ഉള്ളത്. ആൻഡ് അവരൊക്കെ നമ്മളെ മലയാളത്തിന് പ്രൗഡാക്കിയിട്ടേ ഉള്ളൂ. തെലുഗുവിലാണെങ്കിലും കന്നഡയിലാണെങ്കിലും ദേ ഹാവ് റൂൾഡ് സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രി. ലൈവ് പെർഫോമൻസ് ഉണ്ടാക്കി ചെയ്തിട്ടുണ്ട്. എവിടെയാ അത് ചെയ്തത്? പുറത്താണോ അതോ? പുറത്തും പാടിയിട്ടുണ്ട്, ഖത്തറിൽ പാടിയിട്ടുണ്ട്. ഖത്തറിൽ വീണ്ടും ഞാൻ പോയത് ചിത്ര ചേച്ചിയുടെ ഒപ്പമായിരുന്നു. അപ്പം അതും എനിക്കൊരു പേഴ്സണലി വളരെ സന്തോഷം തോന്നിയ കാര്യമായിരുന്നു. കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷം, ഞാൻ ജനിച്ചു വളർന്ന് ഖത്തറിലാണെങ്കിലും കുറേ വർഷം ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അങ്ങനെ ഖത്തറിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം വീണ്ടും ഖത്തറിൽ പോയത് ചിത്ര ചേച്ചിയുടെ ഒപ്പമായിരുന്നു. അവിടെ ഖത്തർ മലയാളി അസോസിയേഷൻ ഒക്കെ വളരെ സ്ട്രോങ് ആണല്ലോ. ഒപ്പം ഉണ്ടായിരുന്നു, അവരൊക്കെ വന്നിരുന്നു. അവരൊക്കെ കാണാൻ വന്നിരുന്നു. യെസ്. എന്ത് പറഞ്ഞു അന്നത്തെ കുഞ്ഞ് ഇന്നിപ്പോ വലുതായി ചിത്ര ചേച്ചിക്കൊപ്പം സ്റ്റേജ് ഷെയർ ചെയ്യുന്നു? അവരും ഹാപ്പി ആയിരുന്നു? അവരും തീർച്ചയായിട്ടും ഹാപ്പി ആയിരുന്നു. എല്ലാവർക്കും അഭിമാനം. അങ്ങനെ അന്ന് ഒന്നിച്ച് പാടിയ പാട്ട് ഏതായിരുന്നു? അന്ന് നമ്മൾ ലതാജിക്ക് വേണ്ടി ഒരു ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ആ ഒരു വർഷം ആയിരുന്നു നമുക്ക് എല്ലാവർക്കും ലതാജീനെ ലൂസ് ചെയ്തത്. അപ്പോൾ ലതാജിയുടെ ഒരു ട്രിബ്യൂട്ട് നമ്മൾ ഒന്നിച്ച്, നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് നമ്മളിങ്ങനെ പാടിയിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു പാട്ട്? കുറേ ഒരു മെഡ്ലി ആയിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഫസ്റ്റ് സോങ് ഹിന്ദി പാടാം. തീർച്ചയായിട്ടും പാടാം. जब हम न होंगे, जब हमारे खाक पे तुम रुकोगे, चलते चलते अश्कों से भीगी चांदनी में एक सदा से सुनोगे, चलते चलते. നന്നായിട്ട് ഹിന്ദി നന്നായി പാടുന്നുണ്ട്. അരിജിത്തിന്റെ കൂടെ പാടണം എന്നുള്ള വലിയ അതാണ് ഏറ്റവും വലിയ അങ്ങനെ. അരിജിത് സിംഗ്, അതാണ് പാട്ടുകളൊക്കെ എല്ലാം ഹിറ്റാണ്, എല്ലാം സൂപ്പർ പാടാണ്. മലയാളത്തിൽ മെയിൽ സിംഗേഴ്സിൽ ഇപ്പൊ യേശുദാസിന്റെ പേര് പറയരുത്, അല്ലാതെ ഇഷ്ടപ്പെട്ട ഗായകരാരാ മെയിൽ സിംഗേഴ്സ്? സാധാരണ പെൺകുട്ടികൾ വന്നാലേ ചിത്ര, സുജാത എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കളയും. മെയിൽ സിംഗേഴ്സ് ആരാണെന്നുള്ളത് അറിയണമല്ലോ. ആരാണ്? ഓഫ് കോഴ്സ് കെ.എസ്. ഹരിശങ്കർ, ഇപ്പോൾ കപിലൻ, ഒരുപാട് സിംഗേഴ്സ് ആണ്. നമുക്ക് സീനിയർ മോസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ ഉണ്ണിമേനൻ സർ, എം ജി ശ്രീകുമാർ സർ, ദാസേട്ടന്റെ പേര് പറയേണ്ടത് എല്ലാവരെയും സ്വാധീനിച്ചിട്ടുള്ള ശബ്ദവും പാട്ടും തീർച്ചയായിട്ടും അല്ലേ. മലയാളത്തിൽ കൂടാതെ വേറെ ഭാഷകൾ പാടിയിട്ടുണ്ടോ? നമ്മൾ വാതുക്കൾ തന്നെ തമിഴും തെലുഗു ഇറങ്ങാനുണ്ട്. ആൻഡ് വേറെ ഭാഷയിൽ വേറെ അങ്ങനെ അധികം പാടിയിട്ടില്ല. ഹിന്ദി ആഗ്രഹിക്കുന്നുണ്ട്. ഹിന്ദി ഡെഫിനറ്റ്ലി ആഗ്രഹിക്കുന്നുണ്ട്.